Hello dear friends, welcome to Arabic Guidance and Tutoring Part 10. Part 10 നമ്മൾ ലെറ്റർ ജോയിനിങ്ങിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ലെറ്റർ ജോയിനിങ് നമ്മൾ പാർട്ട് 9 വരെ ആയപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാ ലെറ്റേഴ്സിന്റെയും ലെറ്റർ ജോയിനിങ്ങിന്റെ ഫോം പഠിപ്പിച്ചായിരുന്നു. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒന്നുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടാണ്. അപ്പോൾ ലെറ്റർ ജോയിനിങ്ങിന്റെ പാർട്ട് 9 ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്, അതൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. അതുപോലെ കുറച്ച് ലെറ്റേഴ്സ്, ഒരു വേർഡ്സ് എഴുതിയിട്ടുണ്ട്, അത് ഏതൊക്കെ ലെറ്റേഴ്സ് എന്നാണ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ലെറ്റർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ജീം, ജീം മീം ലാം, ജീം മീം ലാം. അടുത്തത് സ്വാദ് ദാൽ യാ ഖാഫ്. ഇത് ത ല ഫ സ യ വ നൂൻ. ഇത് ത ഹ റ ഷീൻ അലിഫ് റ ഐൻ. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് ആണ് ജോയിൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് വേർഡ്സ് ആണ്. അപ്പോൾ ഇത് എന്താണ്? അനാനാസ് എന്നാണ് എഴുതിയിരിക്കുന്നത്, പൈനാപ്പിൾ. മുഅല്ലിം എന്നാണ് ടീച്ചർ. എല്ലാത്തിനും വവൽസ് ഒന്നും ഇട്ടിട്ടില്ല, വവൽസ് നമ്മൾ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ വവൽസ് യൂസ് ചെയ്തിട്ടില്ല. മക്തബ്, മക്തബ് മീൻസ് ഓഫീസ്. പിന്നെയുള്ളത് ഹക്കീബ എന്നാണ് എഴുതിയിരിക്കുന്നത്, ബാഗ്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ റീഡ് ചെയ്യാനല്ല പഠിക്കേണ്ടത്, റീഡ് ചെയ്യാൻ ഷോർട്ട് വവൽസ് ലോങ് വവൽസ് ഒക്കെ പഠിച്ചതിന് ശേഷം റീഡ് ചെയ്യാം. തൽക്കാലം ഇതൊന്ന് ജോയിൻ ചെയ്യാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ജീം, ജീം ഫസ്റ്റിലത്തെ ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഹാഫാണ് എടുക്കുന്നത്, ജീം. നെക്സ്റ്റ് മീമാണ്, മീം രണ്ട് സൈഡും ജോയിൻ ചെയ്യും, അതുകൊണ്ട് തന്നെ മീം മിഡിൽ ലെറ്ററിൽ രണ്ട് സൈഡും ജോയിൻ ചെയ്ത് എഴുതി. ലാം ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് എഴുതി. ജമൽ, ജമൽ ക്യാമൽ. അപ്പോൾ അടുത്തത് സദീഖ് എന്നാണ്, സദീഖ്. സദീഖ് മീൻസ് ഫ്രണ്ട് എന്നാണ്. അപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് എഴുതാം. സ്വാദാണ്, സ്വാദിന്റെയും ഹാഫാണ് എടുക്കുന്നത്, അപ്പോൾ നമ്മൾ ഹാഫ് എടുത്തു. അടുത്തത് ദാലാണ്, ദാലിന് ഒരു ചേഞ്ചും ഇല്ല, അതുപോലെയാണ് എഴുതുന്നത്. എന്താണ് വ്യത്യാസം? നെക്സ്റ്റ് ലെറ്ററുമായിട്ട് ജോയിൻ ചെയ്യാത്ത ഒരു ലെറ്റർ ആണിത്. ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ യാ നമ്മൾ ഇനിഷ്യൽ ഫോമിലാണ് എടുക്കേണ്ടത്, അങ്ങോട്ട് ജോയിനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ യാ എഴുതുകയാണ്. യാക്ക് ഇങ്ങനെയാണ് എഴുതുന്നത്, താഴെ രണ്ട് ഡോട്ട്. അടുത്തത് ഖോഫ് ആണ്, ഖോഫ് ലാസ്റ്റ് ലെറ്റർ ആണ്, കുറച്ച് താഴോട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഖോഫ് എഴുതി, ജോയിൻ ചെയ്ത് എഴുതി. സദീഖ്. അപ്പോൾ ഇത് ജോയിൻ ചെയ്ത് എഴുതാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ടെലിഫിസിയോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്, മീൻസ് ടെലിവിഷൻ. ജസ്റ്റ് ജോയിൻ ചെയ്ത് എഴുതുക. താ, താ എഴുതി, ഹാഫ്. അടുത്ത ലാം ആണ്, ലാം വണ്ണ് പോലെ ഇങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത്. അടുത്ത ഫായാണ്, ഫ ചേർത്ത് എഴുതി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, അലിഫും ലാമും എങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന്. മിഡിലിൽ വന്നു കഴിഞ്ഞാൽ, ലാസ്റ്റിൽ വരികയാണെങ്കിൽ ലാം എന്തായാലും ഇങ്ങനെയാണ് എഴുതുന്നത്. ഫ്രണ്ടിലും മിഡിലും വന്നു കഴിഞ്ഞാൽ ലാമിനെ നമുക്ക് തിരിച്ചറിയാൻ എന്താണ് വഴി? ലാം നെക്സ്റ്റ് ലെറ്ററുമായിട്ട് ജോയിൻ ചെയ്യും. അലിഫ് ആണെങ്കിൽ നെക്സ്റ്റ് ലെറ്ററുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതാണ് അത് തിരിച്ചറിയാനുള്ള ഒരു മാർഗം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ലാം ആണെങ്കിൽ നെക്സ്റ്റ് ലെറ്ററുമായിട്ട് ജോയിൻ ചെയ്ത് കാണാം, അലിഫ് ആണെങ്കിൽ ജോയിൻ ചെയ്യില്ല. ലാസ്റ്റിലും ലാം എന്തായാലും ഫുൾ ലെറ്ററിലാണ് കാണുന്നത്, അതുകൊണ്ട് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അറിയാനും പറ്റും. അപ്പോൾ ഇനിയുള്ളത് ഫായാണ്, ഡോട്ട് ഇട്ടു. അടുത്തത് സ, താഴോട്ടാണ് കൊടുത്തു. നമ്മൾ നെക്സ്റ്റ് എന്താണ്? സ ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാത്ത ഒരു ലെറ്റർ ആയത് കാരണം എഗെയിൻ ഞാൻ യാ എഴുതുകയാണ്. യാ ഇനിഷ്യൽ ഫോം ആണ്. നെക്സ്റ്റ് വാവ് ആണ്, വാവ് ചേർന്ന് റൈറ്റ് സൈഡ് ജോയിൻ ചെയ്യുന്ന ലെറ്റർ ആണ്, ചേർത്ത് എഴുതി. അടുത്തത് വാവ് ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാത്ത ഒരു ലെറ്റർ ആയതുകൊണ്ട് തന്നെ നൂൺ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ടി വന്നു. ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ഫുൾ ലെറ്റർ എഴുതി. ത ലാം ഫ സ യ വാവ് നൂൺ, ടെലിഫിസിയോൺ ടെലിവിഷൻ. അടുത്തത് നമ്മൾ ദോയാണ്, ദ ഹ റ. ഇത് ചേർത്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്?
ഇത് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്ന ഒരു ലെറ്റർ ആണ്. അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതുക. അടുത്ത ഏത് ലെറ്റർ ആണ്? ഹ. ഹ മിഡിലിൽ വരുമ്പോൾ ഇങ്ങനെ മുകളിലോട്ട് പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ഫോമിലാണ് വരുന്നത്. അടുത്ത റ. റ ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതി, ഡോട്ട് ഉണ്ട്. അപ്പോൾ ഇത് താഹിറ എന്നാണ് വായിക്കുന്നത്. ദാഹിറ. ദാഹിറ. ദാഹിറ മീൻസ് ബാക്ക്. ബാക്ക് എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് വേർഡ് നോക്കാം. ഷീൻ അലിഫ് റ ഐൻ. ഷീൻ അലിഫ് റ ഐൻ. ഷാരി എന്നാണ്. ഷാരി മീൻസ് റോഡ്. ഷീന്റെ ഹാഫ് എഴുതുക. ഷീന്റെ ഹാഫ് എഴുതി, ഡോട്ട് ഇട്ടു. നെക്സ്റ്റ് അലിഫ് ആണ്. അലിഫ് റൈറ്റ് സൈഡ് ജോയിൻ ചെയ്യും, അതുകൊണ്ട് തന്നെ അലിഫ് നമ്മൾ എഴുതി ഷാ. ഇനി അലിഫ് ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാത്ത ലെറ്റർ ആയത് കാരണം എനിക്ക് റ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. നെക്സ്റ്റ് റ ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്യാത്ത ഒരു ലെറ്റർ ആയത് കാരണം ഐനും എനിക്ക് ജോയിൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. ലാസ്റ്റ് ലെറ്റർ ആയതുകൊണ്ട് ഫുൾ ഫോമിൽ എഴുതി. അപ്പോൾ ഷാരി, റോഡ്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഈ ലെറ്റേഴ്സ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം. ഈ വേർഡ്സ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി നോക്കാം, ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഫസ്റ്റ് വേർഡ് അനാനസ് എന്നാണ്. അനാനസ് മീൻസ് പൈനാപ്പിൾ. അപ്പോൾ ഫസ്റ്റ് ലെറ്റർ അലിഫാണ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ലെറ്റർ മുകളിൽ ഡോട്ട് ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അത് നൂണാണ്. എഗെയിൻ റൈറ്റ് സൈഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റിൽ ജോയിൻ ചെയ്യാത്ത ഒരു വണ്ണ് പോലത്തെ ഒരു ലെറ്റർ ആണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ അത് ലാമല്ല, അലിഫാണ്. ഇതേ നോക്കൂ, ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല, സോ അലിഫാണത്. എഗെയിൻ മുകളിൽ ഡോട്ട് ഉള്ളതാണ്, സോ നൂണാണത്. എഗെയിൻ ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് തന്നെ അത് അലിഫാണ്, ലാമല്ല. അടുത്തത് സീൻ. അലിഫ് നൂൺ അലിഫ് നൂൺ അലിഫ് സീൻ, ഇത്രയും ലെറ്റേഴ്സ് ചേർത്ത് എഴുതിയതാണ് ഈ കാണുന്നത്. ഇനിയുള്ളത് മുഅല്ലിം എന്നാണ്. മുഅല്ലിം ഫസ്റ്റ് ലെറ്റർ മീമാണ്. ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലെറ്റർ മീമാണ്. സെക്കൻഡ് ലെറ്റർ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ഐനാണ്, ഐൻ. നെക്സ്റ്റ് ലെറ്റർ ഇതുപോലെ ഒന്നാണ് വന്നിരിക്കുന്നത് എങ്കിൽ പോലും അതിന്റെ ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ലാമാണ്. അടുത്തത് മീമാണ്. മനസ്സിലായോ? മീം, ഐൻ, ലാം, മീം. ഇവിടെ അലിഫ് ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത് ഈ വണ്ണ് പോലെ ഉള്ളത് അലിഫാണെന്ന് മനസ്സിലായി. ഇവിടെ വണ്ണ് പോലെയാണ് ഉള്ളതെങ്കിലും അത് ലാമാണെന്ന് എങ്ങനെ മനസ്സിലായി? നമുക്ക് ലെഫ്റ്റ് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ലാമാണ്. അടുത്തത് മക്തബ്. മക്തബ് എന്ന് പറഞ്ഞാൽ ഓഫീസ് എന്നാണ്. അപ്പൊ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ മീം 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 കാഫ്. ഈ ചരിഞ്ഞ ലെറ്റർ നിങ്ങൾക്ക് ഏതായിട്ടാണ് തോന്നുന്നത്? കാഫ്, തോ, ബ. ഇത്രയും ലെറ്റേഴ്സ് ആണ് മക്തബിന് യൂസ് ചെയ്തിട്ടുള്ളത്. തെൽഫിസിയും ഇവിടെ ഒന്നുകൂടി ചേർത്ത് എഴുതിയേക്കാം. ത, ലാം, ഫ, സ, യ, വാവ്, നൂൻ. അപ്പോൾ മക്തബ്. മക്തബ് മീൻസ് ഓഫീസ്. അടുത്തത് ഹക്കീബ എന്നാണ്. ഹക്കീബ എങ്ങനെയാണ് എഴുതുന്നത്?
ശ്രദ്ധിക്കുക, ഫസ്റ്റ് ലെറ്റർ ഹ, ഹ പ്ലസ് കോഫ് ആണ് വന്നിരിക്കുന്നത്, കോഫ് 2 കുത്തുള്ളത്. പിന്നെ വന്നിരിക്കുന്നത് താഴെ 2 ഡോട്ട് ഉള്ളതാണ്, അത് യായാണ്. ശ്രദ്ധിക്കുക, അത് യായാണ്. പിന്നെ വന്നിരിക്കുന്ന താഴെ 1 ഡോട്ട് ഉള്ളതാണ്, അത് ബായാണ്, ബാ. പിന്നെ ഈ ലാസ്റ്റ് ലെറ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല, താമർപൂത്ത എന്ന് പറയും. അത് സ്പെഷ്യൽ ലെറ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇത് വായിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഹ, ഖ, ഖോഫ്, ഹ, ഖോഫ്, യാ, ബ്. ടെൻഷൻ അടിക്കണ്ട. നെക്സ്റ്റ് വവൽസ് പഠിക്കുമ്പോഴേ നമുക്കിതൊന്ന് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നെല്ലാം നോക്കി, ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് വരുന്നതെന്ന് നോക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പല പല ലെറ്റേഴ്സ് ജോയിൻ ചെയ്ത് നോക്കുക, അപ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ID ഉണ്ട്, ഇടുക. താങ്ക് യു.